ഞങ്ങൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ തേങ്ങയും പിടിച്ചുകൊണ്ട് എന്തിനാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് പൊതിക്കാത്ത തേങ്ങ കിട്ടി. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതൊന്ന് പൊതിച്ച് കാണിക്കാവുന്നു, കാരണം എനിക്കിത് ഞാൻ ഇതുവരെ പൊതിച്ചിട്ടില്ല തേങ്ങ. അപ്പോൾ ഞാൻ ആ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തു. ഇതൊന്ന് പൊതിച്ച് നോക്കണമല്ലോ, നമ്മളെല്ലാം പഠിച്ചിരിക്കണമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് ഓഫ് ചലഞ്ച് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അമ്മായിമ്മ വേഴ്സസ് മരുമകൾ. അതിലെ ഫസ്റ്റ് ചലഞ്ച് ആയിരിക്കും തേങ്ങ പൊതിക്കൽ ചലഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. നിങ്ങൾ രണ്ടുപേരിൽ ആരാ ആദ്യം പൊതിക്കുന്നേ? അതെ, ഞാൻ പപ്പായിട്ടു, അപ്പം ഞാൻ ജഡ്ജാവാം. അതൊരു നല്ല കാര്യം. അപ്പാണ് ജഡ്ജ്. ഇവർ രണ്ടുപേരും ആരാ പൊതിക്കേണ്ടത്? അപ്പം മരുമോള് ചെറുപ്പമല്ലേ, അവൾ ആദ്യം പൊതിക്കട്ടെ. അല്ല, ഇതിന്റെ റൂൾ എങ്ങനെയാ? ഇതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു വെട്ടുകത്തിയേ ഉള്ളൂ. ടൈമർ വെക്കാം. ടൈമർ വെച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ആര് പൊതിക്കുന്നു അവരാണ് വിജയി. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിന്റെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? ഓക്കെ, ചാലഞ്ച് തുടങ്ങാൻ പോവാ. എടുത്തു വെച്ചു. ഇങ്ങനെ എടുത്തൊന്നും വെക്കണ്ട, ഇത് നമ്മൾ പഠിക്കുക. ഓക്കെ, തോക്കുവാന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കളിക്കുവാണ്. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട് നൗ. എങ്ങനെയാണ് അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ? അമ്മ ഒരു കാരണവശാലും ഹെൽപ്പ് ചെയ്യരുത്. അത് ടൈം അവിടെ ഓടുന്നുണ്ടേ. കൊള്ളത്തിലുള്ള പന്നത്തെ. ഞാൻ ഗവൺമെന്റിന് ഒരു സജഷൻ കൊടുക്കാൻ പോവാ. എന്തോ? എഞ്ചിനീയറിംഗ് കോളേജിൽ തേങ്ങ പൊതിക്കുന്ന ഒരു സബ്ജക്റ്റ് ആക്കണം. സമയം എന്തോ ഇപ്പൊ കാണിച്ച്? 1 മിനിറ്റും 20 സെക്കൻഡ്. 1 മിനിറ്റ് 22 സെക്കൻഡ്. അപ്പൊ ഇത് വല്ല കാണുന്നുണ്ടോ? എനിക്ക് ചിരി പൊട്ടിരിക്കുവാ. ചെയ്യുന്നേ ഓരോ വേലകൾ കാണിക്കുന്നുണ്ടോ? വീട്ടിൽ ഒരു തേങ്ങ ആരും പൊതിക്കാൻ കണ്ടിട്ട് പോലും ഇല്ല. തേങ്ങ കടയിൽ നിന്ന് പൊതിച്ചല്ലേ മേടിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് ഇത് ഇവിടുന്ന് ഇങ്ങനെ അമ്മ ഇങ്ങനെ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അത് പുറത്ത് വന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തോന്നറിയോ? എന്തുവാ? തേങ്ങ പൊതിക്കൽ എന്തുവാന്ന് പോലും അറിയാത്ത ഒരാളാണ് ഈ പൊതിക്കുന്നേ. അപ്പൊ ആദ്യമായിട്ട് പൊതിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെയാ പൊതിക്കുന്നത്. ഗൈസ്, ഞാൻ തേങ്ങ പൊതിക്കാൻ പഠിച്ചിരിക്കുന്നു ഗൈസ്. അതെ, അവൾ ഇത്രയും നേരം എടുത്തെങ്കിലും എന്തായാലും പഠിച്ചു. എന്റെ അടുത്ത് മമ്മി പണ്ട് പറഞ്ഞായിരുന്നു, എടി നിങ്ങൾക്കൊക്കെ ഒരു തേങ്ങ പൊതി. ഞാൻ പറഞ്ഞു മമ്മി, ഞാൻ കടയിൽ നിന്ന് മേടിച്ചോളാം, പ്രശ്നമില്ല, പൊതിച്ച് കിട്ടും എനിക്ക്. ഇനി എന്തായാലും ആ പ്രശ്നമില്ലല്ലോ, ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ പഠിച്ചോണ്ടിരിക്കുന്നു. എന്റെ തേങ്ങേശ്വരന്മാരെ, എന്നെ കത്തോടെ അവിടെ ജന്മചിത്രം അണച്ചിട്ടില്ല. അതെ, അതിന്ന് എടി താപ്പോട്ട് പിടി. അവൾ പൊതിച്ച തേങ്ങയുടെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ബാക്കിനങ്ങ് പോയി നിൽക്കേണ്ട, വെട്ടത്തേക്ക് വിട്ടു. ആ തേങ്ങ വിചാരിക്കുക ഇതിന് മാത്രം കഷ്ടം. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. ഇതുപോലെ തന്നെ കൊത്തിപ്പാറ്. നിങ്ങൾ എല്ലാരും പറഞ്ഞ എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ അവള് പൊതിച്ചു. അതാണ് ഞാൻ തേങ്ങ പൊതിച്ചു. ഞാൻ തേങ്ങ പൊതിച്ചിരിക്കുന്നു. ആണ്ടോ വൃത്തിയാക്കിയടാ. എന്തുവാ വരുന്നേ? ഇത്രയും ചെയ്യാറിയെങ്കിൽ ബാക്കി ചെയ്യാനും എനിക്കറിയാം. അല്ല, ആ തേങ്ങ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഒരു പ്രാക്ടീസ് ആക്കാം. നമുക്ക് ഇനി അടുത്തത് മത്സരം. ഇനി ഉടനെ ഒരു തേങ്ങ പൊതിക്കാൻ എനിക്ക് പറ്റില്ല. അതിന്റെ മണ്ടയെല്ലാം വൃത്തി ക്ലീൻ ആക്കി കഴിഞ്ഞു കഴിയുമ്പോ പപ്പ ടൈം അങ്ങോട്ട് കുത്തിക്ക് എത്ര ആയെന്നൊന്ന് പറഞ്ഞു. കഴിഞ്ഞു. ടൈം പറഞ്ഞു. പോസ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തു. 10 മിനിറ്റും 32 സെക്കൻഡും എടുത്ത് ഞാൻ ഒരു തേങ്ങ പൊതിച്ചിരിക്കുന്നു. അതെ, ജീവിതത്തിൽ ആദ്യമായി ഒരു തേങ്ങ അവൾ പൊതിച്ചു. അതെ, ഞാൻ തേങ്ങ പൊതിക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ല. ആദ്യമായി ഞാനൊരു തേങ്ങ പൊതിച്ചിരിക്കുന്നു. അവൾ പൊതിച്ച ആദ്യത്തെ ഈ തേങ്ങ ഞാൻ മാത്രം തിന്നും. അതെ, ഒരു തേങ്ങ പ്രാന്തിയാ. ആ തേങ്ങ ഒന്ന് കാണിച്ച് പൊതിച്ചെടുത്തത്. ഇതിനകത്ത് വെള്ളം എനിക്ക് തരണം. അതാ വിജയെ പ്രഖ്യാപിച്ചിട്ട് തരാം. ഈ തേങ്ങ ഇല്ല, മാറ്റി വെക്ക്. ഇനി അമ്മയ്ക്കുള്ള തേങ്ങ. അപ്പോൾ ജാനു 10 മിനിറ്റും 32 സെക്കൻഡും കൊണ്ട് തേങ്ങ പൊതിച്ചു. അടുത്തതായി ഇതേ അമ്മയ്ക്ക് തേങ്ങ കൊടുത്തിരിക്കുന്നു. ജഡ്ജെ, ടൈം സ്റ്റാർട്ട് ചെയ്തു. അമ്മായിമ്മ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. പൊതിച്ചോളൂ. ആയുധം വെച്ച് കൈമാറിയിരിക്കുന്നു. എങ്ങനെ അതിന്റെ നാക്ക് ഇത്ര ശുഷ്കാന്തിയോട് വേണ്ട, പതുക്കെ മതി. അമ്മയ്ക്ക് വയ്യാത്തേ ഇല്ലയോ, ഒത്തിരി പെട്ടെന്ന് ചെയ്താലേ. സമയം എടുക്കണം, അതാ ഞാനും പറഞ്ഞത്. പാടാ പിള്ളേരെ. അമ്മയ്ക്ക് എന്തോ പറ്റിയെന്നറിയാവോ? കാലങ്ങളായിട്ട് ഇപ്പൊ തേങ്ങ പൊതിക്കുന്നില്ല, എപ്പോഴും കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് അമ്മയുടെ കഴിവ് കുറഞ്ഞു.
സമയം എന്തോ ആയി അപ്പായി? 35 സെക്കൻഡ് ആയിട്ട് 35 സെക്കൻഡ് ആയതേ ഉള്ളൂ. അമ്മ പതുക്കെ മതി അമ്മേ. അമ്മേ പകുതി ആരോഗ്യം ഉപയോഗിച്ചാൽ മതി, സർവ്വ ആരോഗ്യം. മതിയേ. ഇത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അമ്മ കണ്ട തേങ്ങ പൊതിച്ച് ആയതെടുത്ത് എറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇത് നല്ല ഉണക്കത്തേങ്ങ അങ്ങോട്ട് പിടിക്കുമ്പോഴേ എന്റേത് പച്ചത്തേങ്ങ അവർക്ക് വരണമെന്നില്ല. അവര് ഭയങ്കര യങ്, അവരൊരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. പക്ഷെ ഉണക്കത്തേങ്ങ എങ്ങനെയല്ല, ഈ ഉണങ്ങിയ ആൾക്കാർ ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് പോരും. അതുപോലെയാണ് ഉണക്കത്തേങ്ങ, അങ്ങോട്ട് നീക്കി അങ്ങോട്ടങ്ങ് പോരും. അതുകൊണ്ട് എന്തൊരു സിമ്പിൾ. എനിക്ക് കണ്ട കുണുകുണാന്ന് പച്ചത്തേങ്ങ, ഇത് എന്തൊരു കഷ്ടപ്പെട്ട് പൊതിച്ചെടുത്തേ പറയാം. നോക്ക് ആ തേങ്ങ എന്തൊരു ഉണങ്ങിയതാണ്. പക്ഷെ ഇതുകൊണ്ടേ കാര്യമുള്ളൂ, നല്ല അപ്പത്തിന് അരയ്ക്കാൻ പറ്റിയ തേങ്ങ. അപ്പാ ടൈം എടുത്തു. കഴിഞ്ഞില്ല വൃത്തിയാക്ക്. വൃത്തിയാക്കിയില്ല, ഞാൻ വൃത്തിയാക്കുന്ന സമയം ഉണ്ടായി. ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഓക്കെ. ഒന്നുമില്ല. അതാണ്ട് ക്ലീൻ ക്ലീൻ കുത്തിക്കോ. 2 മിനിറ്റും 8 സെക്കൻഡ്. 2 മിനിറ്റും 8 സെക്കൻഡും. വേറൊരു കാര്യമുണ്ട്. എന്തോ അമ്മ എത്രാമത്തെ വയസ്സ് പോലെ തേങ്ങ പൊതിക്കാൻ തുടങ്ങിയതാ? അതെനിക്ക് വയസ്സ് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എങ്ങനെയാണെന്ന് ഏറ്റവും കുറഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് ഒതുക്കില്ലയോ? ഇത് 20 വർഷം കൊണ്ട് എടുത്തിട്ട് എന്നെക്കാട്ടിലും വെറും 8 മിനിറ്റ് പൊരിച്ചു തീർക്കാനേ അമ്മയെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു 1 മിനിറ്റ് താഴെ അമ്മ പൊരിച്ചു തീർക്കുമെന്ന്. അതുകൊണ്ട് കാര്യമില്ല. ഇത് എന്റെ വിജയം, ഇത് നമ്മുടെ വിജയം, ഇത് മരുമക്കളുടെ വിജയം. എങ്ങനുണ്ട് ഇന്നലെ ഇല്ലല്ലോ അത് മണി കെട്ടിയപ്പം ഞാൻ ഇന്ന് പക്ഷെ ഗെയിമിന്റെ റൂൾ അനുസരിച്ച് അമ്മ ജയിച്ചു. ഞാൻ തോൽവി സമ്മതിക്കുന്നു. ഞാൻ ആദ്യം ഇത് തോക്കുമെന്ന് വിചാരിച്ചെടുത്ത ഒരു വെല്ലുവിളിയാണ്. പക്ഷെ ഇത് എനിക്കിത് പൊതിച്ചു തീർക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അതെ, ആ ഒരു ചിന്ത കൊണ്ട് അവൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും ഇന്നത്തെ ചലഞ്ചിൽ അമ്മ വിജയിച്ചിരിക്കും. അങ്ങനെ ഞങ്ങളുടെ തേങ്ങാ പൊതിക്കൽ ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ്. അമ്മ ജയിച്ചു, ഞാൻ തോറ്റു. അതെ, പക്ഷെ കുഴപ്പമില്ല, അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് ഞാൻ ജയിക്കുന്നതായിരിക്കും. ഇനി ഇതുപോലുള്ള വെറൈറ്റി ചലഞ്ചസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അമ്മായിമ്മ വേഴ്സസ് മരുമകൾ.